വാർത്തകളിലേക്ക് വിശദമായി. നാട്ടുകാരുടെ ഉറക്കം കെടുത്തുന്ന കുറുവാക്കള്ളന്മാർ. നാടിനെ ഭീതിയുടെ മുൾമുനയിലാക്കിയ കുറുവാ സംഘത്തെക്കുറിച്ച് കൃത്യമായ വിവരം ലഭിച്ചതായി പോലീസ്. കുണ്ടന്നൂരിൽ നിന്ന് പിടിയിലായ സന്തോഷ് സെൽവം കുറുവാ സംഘാംഗമാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. മുൻപ് കോട്ടയം പാലായിൽ മോഷണ കേസിൽ സന്തോഷ് പിടിയിലായിരുന്നു. ഈ കുറുവ മോഷണ സംഘത്തിൽ കൂടുതൽ അംഗങ്ങളുണ്ടെന്നും സന്തോഷിനെതിരെ 30 കേസുകളുണ്ടെന്നും ആലപ്പുഴ ഡിവൈഎസ്പി മധുബാബു ന്യൂസ് 8നോട് പറയുന്നു. കാര്യത്തിൽ നമുക്കൊരു വ്യക്തതയായിട്ടുണ്ട്. രണ്ടാമത്തെ ഒരു ആക്ടിവിസ്റ്റ് ഉണ്ട്, അയാളുടെ കാര്യത്തിൽ അവ്യക്തതയുണ്ട്. അതിന്റെ കാര്യങ്ങൾ നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. സന്തോഷ് കേസുകളുണ്ട്. സന്തോഷ് തന്നെ അയാളെ ചോദ്യം ചെയ്യലിലൂടെ പറയുന്നത് തനിക്ക് 30ഓളം കേസുകളുണ്ടെന്നുള്ളതാണ്. അതിന്റെ ഡീറ്റെയിൽസ് തമിഴ്നാട്ടിൽ നിന്നും മറ്റ് കേരളത്തിലെ മറ്റ് ജില്ലകളിൽ നിന്നൊക്കെ സമാഹരിക്കേണ്ടിയിരിക്കും. ഒരു ഫാമിലി ഇവിടെ വന്നിട്ടുണ്ടല്ലോ, അവർ പറയുന്നത് ഇത് പ്രശ്നമാണ് എന്നുള്ളതാണല്ലോ ഫാമിലി പറയുന്നത്. അവർ പറയുന്നത് പോലീസ് മനഃപൂർവ്വം ഉൾപ്പെടുത്തി കേസിൽ ഉൾപ്പെടുത്തുന്നതാണ്. അവരവിടെ വന്നിട്ടുണ്ട് മണഞ്ചേരി സ്റ്റേഷൻ. അല്ല, നമ്മൾ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു 12ഓളം ഇടങ്ങളിൽ പല ആളുകൾ ഇവരുമായിട്ട് ബന്ധപ്പെട്ട് ഇവരുടെ പ്രവിശ്യയിൽ നിവസിക്കുന്നതായിട്ടുള്ള ആൾക്കാരെ ചോദ്യം ചെയ്ത് മറ്റും കാര്യങ്ങളുണ്ടായിരുന്നു. അവർക്കൊന്നും ഇല്ലാത്തൊരു റെസിസ്റ്റൻസ് ആണ് ഇവരുടെ ഭാഗത്തുനിന്ന് ഇന്നലെ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇവരുടെ സാന്നിധ്യത്തെ പറ്റി കൂടുതൽ നമുക്ക് സംശയം ബലപ്പെടുകയും അതിൻ്റെ അനുസരിച്ച് കാര്യങ്ങൾ നമ്മൾ ഇയാളെ കസ്റ്റഡിയിൽ എടുത്തതിന് ശേഷം സ്ഥലത്ത് പോയിട്ട് കാര്യങ്ങൾ പരിശോധിക്കുകയും ദൃശ്യങ്ങൾ മാച്ച് ചെയ്ത് നോക്കുകയും ചെയ്തു. ആ ഒരു വ്യക്തതയിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞു. നിങ്ങൾ കൊണ്ടുപോയി ചെയ്തു, പ്രതികളെ അവിടെ കൊണ്ടുപോയോ? ഈ മോഷണം നടന്ന സ്ഥലങ്ങളിൽ കൊണ്ടുപോയോ? അതിന് പുലർച്ചെ നമ്മൾ അവിടെ കൊണ്ടുപോയി അത് വെരിഫൈ ചെയ്തിട്ടുള്ളതാണ്. വെരിഫൈ ചെയ്തു. അപ്പൊ ഈ സന്തോഷിന്റെ പങ്കുണ്ട് എന്നുള്ളത് സ്ഥിരീകരിച്ചു. മണികണ്ഠന്റെ റോഡ് എന്താണ്? മണികണ്ഠൻ റോഡ് ഇയാളുടെ കൂടെ ഇന്നലെ ഒപ്പം ഉണ്ടായിരുന്ന ആളാണ്. അപ്പം അയാളുടെ കാര്യത്തിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഇനി പരിശോധിക്കേണ്ടിയിരിക്കും. ഈ കൂടുതൽ ആളുകളുണ്ടോ സാർ? 25ഓളം ആളുകളുണ്ട് കുറുവാ സംഘത്തിൽ എന്നാണ് പറയുന്നത്. പറവൂരെത്തിയതും ഈ പുന്നപ്പുറ എത്തിയതും വ്യത്യസ്ത ആളുകളാണെന്നാണല്ലോ. അവരൊരു 10-12ഓളം ആളുകൾ വന്നതിന് ശേഷം പല ഇതായിട്ട് പിരിഞ്ഞതാണ്, പല ഗ്രൂപ്പായിട്ട് പിരിഞ്ഞതായിട്ടാണ് പ്രാഥമികമായിട്ടുള്ള വിവരങ്ങൾ. അത് ആലപ്പുഴ ജില്ലയിൽ തന്നെ 2 സ്ഥലങ്ങളിലായിട്ടൊക്കെ അവർ മാറി. അവരുടെ ഇടയിൽ തന്നെ ചില സ്പർദ്ധകൾ ഉണ്ടായെന്നുള്ളതാണ് മനസ്സിലാകുന്നത്. കുറച്ചുപേര് തമിഴ്നാട്ടിൽ കോയമ്പത്തൂർ പിടിയിലായിട്ടുള്ള സംഘാംഗങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. കൂടുതൽ പേരുണ്ട് അല്ലേ? അതാണ് അദ്ദേഹം സ്ഥിരീകരിക്കുന്നത്. അതായത് കൂടുതൽ പേർ ഉണ്ട് കുറുവാ സംഘത്തിൽ എന്നുള്ളതാണ് ഇപ്പോൾ ആലപ്പുഴ ഡിവൈഎസ്പി തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നത്. 12ഓളം പേർ ഉണ്ട്. ഒപ്പം തന്നെ സന്തോഷ് ഇവിടെ മണ്ണഞ്ചേരിയിൽ എത്തി എന്നുള്ള കാര്യവും വ്യക്തമാക്കുന്നുണ്ട്. സന്തോഷിനെ കൊണ്ടുപോയി ഇന്നലെ മോഷണം നടന്ന സ്ഥലങ്ങളിലെ തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണ സംഘം കടക്കുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് കുറുവാ സംഘത്തിൽ 12ഓളം അംഗങ്ങൾ ഉണ്ട് എന്നാണ് ആലപ്പുഴ ഡിവൈഎസ്പി മധുബാബു സ്ഥിരീകരിച്ചിരിക്കുന്നത്. കുറുവ സംഘങ്ങൾ നാട്ടുകാരുടെ പേടി സ്വപ്നമായി തുടരുമ്പോൾ സന്തോഷിന്റെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെയാണ് പോലീസ് സ്റ്റേഷനിൽ എത്തിയത്. പോലീസ് പിടികൂടിയ മണികണ്ഠനും സന്തോഷും സുഹൃത്തുക്കളല്ല എന്നും ഈ സന്തോഷിനെതിരെ നിരവധി മോഷണ കേസുകൾ ഉണ്ടെന്നുമാണ് കുടുംബാംഗങ്ങൾ പറഞ്ഞത്. 3 ദിവസമായി. ഈ സന്തോഷം മണികണ്ഠനുമായിട്ട് എത്ര നാളായി സുഹൃത്തുക്കളാ? അല്ല. ഈ സന്തോഷ് നിങ്ങളുടെ കൂട്ടത്തിലേക്ക് വന്നിട്ട് എത്ര കാലമായി? അവർ ഇവിടെ തന്നെ താമസിക്കും, കുണ്ടന്നൂർ തന്നെ താമസിക്കും. ഞങ്ങൾ മൊത്തമായിട്ട് 3 ദിവസമായി. സന്തോഷ് ഇവിടെ നിങ്ങളുടെ കൂട്ടത്തിൽ ഈ കുണ്ടന്നൂർ വന്നിട്ട് എത്ര മാസമായി? 2-3 മാസമായി. 2-3 മാസമായിട്ടുള്ളൂ. നേരത്തെ ആലപ്പുഴ കേസുണ്ട്, കയ്യെഴുത്തിന് പോയി കൊണ്ടുപോയി. നേരത്തെ കേസുണ്ട്. ഉള്ളവരൊക്കെ പോയി. ഇന്നലെ 3-4 പേർ പിടിച്ചായിരുന്നു, പിടിച്ച് വെട്ടി പോലീസ്. സന്തോഷ് മാത്രമാണോ വന്നത്? സന്തോഷ് മാത്രമാണോ നിങ്ങളുടെ കൂട്ടത്തിലേക്ക് വന്നത്? അല്ല, നീ 2 മാസം മുമ്പ് വന്നപ്പോ സന്തോഷം മാത്രമുള്ളായിരുന്നു നിങ്ങളുടെ? മീനെ പിടിക്കാൻ എത്ര നാളാச்சு? 2-3 നാളാச்சு. 2-3 നാളാச்சு. மணிகண்டன் இந்த வேலை பண்ணாரு? எந்த வேலையை பண்ணாரு? மீன் பிடிக்கும். வேற எந்த வேலை தெரியாது. தமிழ்நாட்டில் வந்து இதுக்கு முன்னே சிமெண்ட் ஃபேக்டரியில் வேலை பார்த்துருங்க. மாதம் 10,000 ரூபா சம்பளம். ഈ സന്തോഷ് അവിടെ വന്നിട്ട് എത്ര നാളായി? സന്തോഷ് അവിടെ വന്നിട്ട് 2-3 മാസം ആയി. மணிகண்டன் அது தப்பு பண்றேன். அந்த ஆள் தப்பு பண்ணாரு. தமிழ்நாட்டிலேருந்து வந்து மணிகண்டன் இந்த சந்தோஷ் செல்வன் சந்தோஷ் செல்வன் அது தெரியாது.
തിരുട്ട് ഗ്രാമങ്ങളിലെ ഏറ്റവും അപകടകാരികളായിട്ടുള്ള കുറുവ മോഷ്ടിക്കാനായി കൊല്ലാൻ പോലും മടിയില്ലാത്തവരുടെ സംഘം നാട് മുഴുവൻ പേടിപ്പെട്ട് നിൽക്കുമ്പോൾ പോലീസിന് വ്യക്തമായിട്ടുള്ള ചിത്രമുണ്ടോ? ശരണ്യ, സ്നേഹജന്റെ റിപ്പോർട്ടുകളാണ് നമ്മൾ കണ്ടത്. ഏതായാലും കുണ്ടന്നൂരിലെ ചതുപ്പ് നിലത്തിലാണ് ഈ പോലീസിൽ നിന്ന് രക്ഷപ്പെട്ട കുറുവ സംഘാംഗം സന്തോഷ് സെൽവം ഒളിച്ചിരുന്നത്. സന്തോഷ് കുടുംബമായി താമസിച്ചിരുന്നതും ഈ പ്രദേശത്താണ്. ഈ കുടുംബത്തിൽ മിക്കവാറും വഴക്കുണ്ടാകാറുണ്ടെന്ന് ഈ പ്രദേശത്ത് കച്ചവടം നടത്തുന്നവർ പറയുകയും ചെയ്തു. മരട് കുണ്ടന്നൂർ പാലം ദേശീയപാതയ്ക്ക് അതിൽ കുണ്ടന്നൂർ പാലത്തിന് കീഴിൽ നിന്നുമാണ് ഇവിടെ ഒളിഞ്ഞ് താമസിക്കുകയായിരുന്നവര്. ഇവിടെ നിന്നുമാണ് ഇവരെ പിടികൂടിയത്. ഇവർ ഇതിനകത്ത് നമ്മൾ ഈ കാണുന്ന ഈ ചെറിയ ടെന്റ്, പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ടുള്ള ടെന്റിനകത്ത് ഇതിനകത്തായിരുന്നു ഇവർ കഴിഞ്ഞിരുന്നത്. ഇവർ 6 പേരായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. സന്തോഷും അതോടൊപ്പം തന്നെ മണികണ്ഠൻ, ഒപ്പം ഇവരൊരു കുടുംബാംഗങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ 6 പേരടങ്ങുന്നവരാണ് ഇവിടെ ഉണ്ടായിരുന്നെന്നാണ് പരിസരത്തുള്ളവർ പറയുന്നത്. ഇതിനകത്ത് അവർക്ക് ഒരാൾക്ക് ഒളിച്ചിരിക്കാൻ പാകത്തിൽ കുഴിയുണ്ടാക്കിയിരുന്നെന്ന് പറയുന്നു. അതിൽ അവർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു കുഴിയുണ്ടാക്കുകയും ഒപ്പം അത് ടർപ്പോളിൻ കൊണ്ട് മൂടാനെല്ലാം തന്നെ സജ്ജീകരണങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. പോലീസ് അന്വേഷണത്തിന് വരുമ്പോൾ അതിനകത്തേക്ക് കയറാൻ വേണ്ടിയായിരുന്നെന്നാണ് കരുതുന്നത്. എന്തായാലും പോലീസ് ഇന്നലെ രാത്രി ഇവിടെ പരിശോധന നടത്തി ഈ സ്ഥലം വളയുകയും പരിശോധന നടത്തുകയും ചെയ്തു. തുടർന്ന് സന്തോഷിനെ ഇവർ പോലീസിന്റെ പിടിയിൽ നിന്ന് മോചിപ്പിക്കാൻ ഇവർ വീട്ടുകാരടക്കമുള്ളവർ ശ്രമിച്ചു, സ്ത്രീകളടക്കമുള്ളവർ ശ്രമിച്ചു. അവരെ പിന്നീട് മരട് പോലീസ് കസ്റ്റഡിയിലെടുത്തു. സന്തോഷ് ഇവിടുന്ന് ചതുപ്പിലേക്ക് ഓടിയെങ്കിലും പിന്നീട് ഏതാണ്ട് 4 മണിക്കൂറോളം നീണ്ട തിരച്ചിലിനൊടുവിലാണ് ഇയാളെ പോലീസിനെ കസ്റ്റഡിയിലെടുക്കാനായിട്ട് സാധിച്ചത്. കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഇവിടെ മരട് പരിസരത്ത് ഇവരുണ്ടായിരുന്നു. പിന്നീട് ഈ സ്ഥലത്തേക്ക് ഇവിടേക്ക് വന്ന് താമസിക്കുകയായിരുന്നു. പരിസരത്തുള്ളവരുമായിട്ട് പലപ്പോഴും ഇവർ വഴക്കടിക്കുകയായിരുന്നു. ഇത് ഇവിടെ താമസിക്കുന്നതിനെ ചൊല്ലി അടക്കം പലപ്പോഴും ബഹളമുണ്ടാക്കുകയും ചെയ്തിരുന്നുവെന്ന് ഇവർ പറയുന്നുണ്ട്. ഇവര് നമ്മള് അപ്പുറത്ത് വലിയ പാടത്തിലെ ഇവർ കുറച്ചു കാലം ഉണ്ടായത് ഇവിടെ. അവിടെ നിന്ന് ഇരിക്കുമ്പോ അവിടുത്തെ നാട്ടുകാരെല്ലാം അവരൊന്ന് വായിച്ചിട്ട് ഇവര് നേരെ ഇങ്ങോട്ട് വന്ന് ഇവിടെ താമസിക്കാൻ തുടങ്ങി. അവര് ദിവസം ഞങ്ങളെ കൂടെ വളക്കിന് വരും. രാത്രിയായ ഇവിടെ ശല്യമാണ്. ഇവിടെ പറയണ്ട എന്തോ ഒരു വളക്കാന്ന് പറയണ്ട. ഇവര് ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു ശല്യം കൊണ്ടുവരുന്നുണ്ടായി. ഞങ്ങൾ അത്യം പറഞ്ഞ് ഞങ്ങൾ പറഞ്ഞു പോലീസുകാരൻ്റെ അടുത്ത് ഞങ്ങൾ പറഞ്ഞിട്ട് നിങ്ങളെ പായിക്കൂ ഇതെല്ലാം പറഞ്ഞപ്പോ നിങ്ങളെ കാണാൻ നമുക്ക് ഏത് പോലീസാ ഏത് അങ്ങനെയാ ഏത് മറ്റേ പറഞ്ഞല്ല ഒരു ദിവസം ഒരു ഭയങ്കര ബഹളപ്പാ എന്ത് പറയാണ്. ഇന്നലെ നടന്ന നീക്കത്തോടുകൂടി പോലീസിന് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ച് മുന്നോട്ട് പോകുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഭയാശങ്കകൾ ജനങ്ങൾ മനസ്സിൽ നീക്കേണ്ടതിന് അന്വേഷണം അതിന്റെ കുറെ കൂടി വ്യക്തത വരേണ്ടതുണ്ട്. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ മനോജിനൊപ്പം ടാനി പോൾ, ന്യൂസ് 18.